ഹോട്ടൽ ഭക്ഷണം മാത്രം ആശ്രയിച്ച് കഴിയുന്നവരുടെയും ജീവനക്കാരുടെയും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. പല ഹോട്ടലുകളും പൂട്ടി, നിലവിൽ തുറന്നു പ്രവർത്തിക്കുന്നവ മെനു വെട്ടിച്ചുരുക്കുകയും ചെയ്തിരിക്കുന്നു. നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഹോട്ടലുകൾക്കും തട്ടുകടകൾക്കും പൂർണ്ണമായി ഷട്ടർ വീഴും എന്നതാണ് സ്ഥിതി. തിരുവനന്തപുരത്ത് നിന്നും ജിബിൻ ജെബി തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്കാണ് കാലിയാകുന്ന തീൻമേശ. ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, പ്ലെയിൻ ദോശയുണ്ട്, ചപ്പാത്തിയുണ്ട്, പൂരിയുണ്ട്, ഉഴുന്നുവടയുണ്ട്, ചിക്കൻ തോരനുണ്ട്, ഫ്രൈ ഉണ്ട്, കറിയുണ്ട്, എന്തിന് ബ്രെഡ് ഓംലെറ്റ് വരെയുണ്ട്. ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു ഒരാഴ്ച മുൻപ് വരെ. ഇപ്പോൾ ഉള്ളത് ചായയും വടയും പൂരി മസാലയും മാത്രം. നാളെ അതും ഉണ്ടാകണമെന്നില്ല. ഹോട്ടലുകൾ ആശ്രയിച്ചിരുന്നവർ ഭക്ഷണത്തിനായി നെട്ടോട്ടമോടുകയാണ്. പഠനത്തിനായും ഉപജീവന മാർഗത്തിനായും അന്യനാട്ടിലേക്ക് എത്തിയവരാണ് ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്നത്. ഞങ്ങൾ മെസ്സും ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇപ്പം മെസ്സും ഔട്ടാണ്. പിന്നെ ആകെ ഉള്ളത് നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന. അപ്പോൾ ഇവിടെ കോഫി ഹൗസിൽ ഇപ്പം ചായ പോലും, ബേസിക്കായിട്ട് ചായ പോലും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ കൂടുന്നുണ്ട്. പല സ്ഥിരം നമ്മൾ പോകുന്ന കടകൾ ഇപ്പം അടയ്ക്കുന്നു. അങ്ങനെ ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ ഭക്ഷണം ഇപ്പം വീട്ടിൽ പോകണം എന്നുള്ളൊരവസ്ഥയാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് മെസ്സ് വരെ അവർ ഹോസ്റ്റലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മെസ്സ് വരെ അവർ അടച്ചു. 100 വിഭവങ്ങൾ വരെ ഉണ്ടായിരുന്ന ഹോട്ടലുകളിൽ ഇന്ന് വിളമ്പുന്നത് 3-4 വിഭവങ്ങൾ മാത്രമാണ്. ഗ്യാസിൻ്റെ പ്രതിസന്ധി കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഇങ്ങനെയുള്ള കരിയടുപ്പിലേക്ക്, വിറകടുപ്പിലേക്ക് മാറേണ്ട സ്ഥിതി വന്നത്. അതിൻ്റെ പ്രതിസന്ധി മാറിയാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ഗ്യാസ് കുറ്റി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സംവിധാനം, ഈ കടക്കാർക്കെല്ലാം ഉപയോഗിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധി മാറി കിട്ടുള്ളൂ. അല്ലാതെങ്കിൽ ഗ്യാസിൻ്റെ ദൗർലഭ്യം, ഈ വലിയ കുറ്റിയുടെ ഇത് പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് നീങ്ങിപ്പോകുള്ളൂ. അല്ലെങ്കിൽ ഈ വിറകടുപ്പിൽ തന്നെയാണ് ഈ പാചകം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എല്ലാ ഐറ്റം സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. അടുപ്പ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. ഇപ്പം തന്നെ 10-100 ഐറ്റങ്ങളുള്ളതിൽ ഇപ്പം വേറെ 2 ഐറ്റങ്ങളാണ്, 2-3 ഐറ്റങ്ങളൊക്കെ മാത്രമാണ് നമ്മളിപ്പം കൊടുക്കുന്നത്. കട്ട്ലറ്റും ബിരിയാണിയും അങ്ങനെയുള്ള ഐറ്റങ്ങൾ മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഹോസ്റ്റൽ മെസ്സുകൾ ആശ്രയിച്ചിരുന്ന വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ടും ഹോസ്റ്റലിലാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ നാട് പത്തനംതിട്ടയാണ്. പക്ഷേ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. പക്ഷേ അവിടെ ഇതുപോലെ LPG ആയാലും ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇതുപോലെ കോഫി ഹൗസിലും തട്ടുകടകളിലൊക്കെയാണ് മെയിനായിട്ടും ഫുഡ് 3 നേരവും ഇപ്പം ഭക്ഷണം നോക്കുന്നത്. അപ്പം ഇതിനോട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഭക്ഷണത്തിൻ്റെ മെനു ഒക്കെ മാറ്റി, പിന്നെ റേറ്റും ഇപ്പോൾ പഴയ റേറ്റൊന്നും അല്ല, 2-3 രൂപ വെച്ച് കൂടി. പിന്നെ ഇടയ്ക്ക് നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോകുന്നു. അപ്പോൾ അവിടെയും ഷോർട്ടേജ് ആണെന്ന് പറയുന്നുണ്ട്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ കിട്ടാതായതോടെ ചെറുകിട ഹോട്ടലുകളും തട്ടുകടകളുമാണ് ആദ്യം പ്രതിസന്ധി നേരിട്ടത്. കരിഞ്ചന്തയിൽ ഉയർന്ന വില നൽകി സിലിണ്ടറുകൾ വാങ്ങേണ്ടി വരുന്നത് സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്നതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇത് ഭക്ഷണത്തിന്റെ വില വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട്. യുദ്ധമങ്ങ് ഇസ്രായേലിലും ഇറാനിലുമാണെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്നവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ആ യുദ്ധം ഇന്ന് നമ്മുടെ നാടിനെയും പ്രത്യേകിച്ച് നമ്മളെ അടുക്കളകളെ പോലും ബാധിച്ചു തുടങ്ങി. ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ ഇനിയും അത് സാധാരണക്കാരുടെ ജീവിതങ്ങളെ ബാധിക്കും. അരുണസാറിനൊപ്പം ജിബിൻ ജെബി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.